എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മെയ് 31-ാം തീയതി ഇന്ന് മെയ് മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുകയാണ്. നാളെ റേഷൻ കട അവധിയാണ്. മറ്റന്നാൾ ഞായറാഴ്ചയ്ക്കും അവധിക്ക് ശേഷം 3-ാം തീയതി ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. ഓരോ റേഷൻ കാർഡിനും ജൂൺ മാസത്തിൽ എന്തെല്ലാം ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങളുമാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിഹിതങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചു. മെയ് മാസത്തെ റേഷൻ വിതരണം ഇന്ന് 7 മണിയോടുകൂടി അവസാനിച്ചു. ഇനി ശനി ഞായർ ദിവസങ്ങളിൽ റേഷൻ കട അവധിയാണ്. അതിനുശേഷം തിങ്കളാഴ്ച ജൂൺ 3-ാം തീയതി മുതലാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. ഓരോ റേഷൻ കാർഡിനും വിഹിതങ്ങൾ നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയും ലഭിക്കും. ആട്ടയ്ക്ക് 7 രൂപ. ബാക്കിയുള്ള വിഹിതങ്ങൾ സൗജന്യമായിരിക്കും. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കും. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട ഒരു ആട്ടയ്ക്ക് 9 രൂപ നിരക്കിൽ ലഭിക്കും. നീല റേഷൻ കാർഡുള്ളവർക്ക് ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലും ലഭിക്കും. അതോടൊപ്പം 4 കിലോ സ്പെഷ്യൽ അരിയും ഈ മാസവും തുടരാനാണ് സാധ്യത. 10 രൂപ 90 പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക. വെള്ള റേഷൻ കാർഡിന് 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും, ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ആകും ലഭിക്കുക. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മെയ് മാസത്തിലും ഏപ്രിൽ മാസത്തിലും മണ്ണെണ്ണ വാങ്ങിയിട്ടില്ല എങ്കിൽ ആ മണ്ണെണ്ണ ജൂൺ മാസത്തിൽ വാങ്ങാവുന്നതാണ്. വൈദ്യുതീകരിച്ച വീടിൻ്റെ കാര്യമാണ് പറയുന്നത്. വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ കാലയളവിൽ 6 ലിറ്റർ മണ്ണെണ്ണയാണ് അനുവദിച്ചിട്ടുള്ളത്. മുൻ മാസങ്ങളിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കും വാങ്ങാവുന്നതാണ്. ഇലക്ഷൻ്റെ തിരക്ക് അവസാനിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ഉണ്ടാകും എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റേഷൻ മസ്റ്ററിംഗ് ഉണ്ടാകും. 5 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികളും മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. അതുകൊണ്ട് തന്നെ 5 വയസ്സിന് മുമ്പ് ആധാർ കാർഡ് എടുത്തതിന് ശേഷം പുതുക്കിയിട്ടില്ലെങ്കിൽ, 5 വയസ്സ് കഴിഞ്ഞിട്ടും പുതുക്കിയിട്ടില്ല എങ്കിൽ ആ ആധാർ കാർഡ് ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ കുട്ടികളുടെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. ഇത് പൂർത്തീകരിച്ചാൽ മാത്രമേ റേഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയം കൂടി വന്നിരിക്കുകയാണ്. അത് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഗുരുതര രോഗമുള്ള ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ അപേക്ഷിക്കാൻ കഴിയുക. അതായത് വൃക്കരോഗികൾ, ക്യാൻസർ രോഗികൾ പോലുള്ള മാരകമായിട്ടുള്ള അസുഖം ഉള്ള ആളുകൾക്കെല്ലാം ഓഫ്ലൈനായിട്ട് അതായത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലൂടെ 19-ാം തീയതി വരെ, ജൂൺ 19-ാം തീയതി വരെ അപേക്ഷിക്കാം. എല്ലാ മാസവും 19-ാം തീയതി വരെ അങ്ങനെ അപേക്ഷിക്കാവുന്നതാണ്. മുൻഗണനാ റേഷൻ കാർഡിന് അർഹരാണ് എങ്കിൽ അങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് മെയ് മാസ റേഷൻ അവസാനിച്ചു. ജൂൺ 3-ാം തീയതി തിങ്കളാഴ്ച മുതൽ ജൂൺ മാസത്തെ റേഷൻ വിഹിതങ്ങൾ ലഭിക്കുന്നതാണ്. ഇത്രയും വിഹിതങ്ങളാണ് ഈ ജൂൺ മാസത്തിലും അനുവദിച്ചിട്ടുള്ളത് എന്നാണ് പ്രധാനമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക്.